ഗായ്സ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ റോക്കി ബൈ ചത്തുപോയിന്ന്? ഇല്ല ഗായ്സ്, നമ്മളിത് ചത്തിട്ടൊന്നുമില്ല. നമ്മൾ മരിക്കേണ്ട അവസ്ഥയിൽ എത്തിയായിരുന്നു. പക്ഷെ നമ്മളെ കാട്ടിലത്തെ ഒരു വൈദ്യനെ രക്ഷിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ നമ്മൾ ഡൈനോസറെ നമ്മളെ കടിച്ച് തിന്നേ. നമുക്ക് റിവെഞ്ച് എടുക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ റിവെഞ്ച് എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ പുതിയ വീടൊക്കെ നമ്മൾ മേടിച്ചു, പുതിയ വണ്ടിയൊക്കെ മേടിച്ചു, മറ്റേ വീടൊക്കെ നമ്മൾ കൊടുത്തു, കാറൊക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആ കൂടി നമ്മുടെ ഡിഫൻഡർ മാത്രമല്ലോ. ഇത് പിന്നെ ഒരു സെറ്റ് വണ്ടിയാണ്. ശരിക്കും പറഞ്ഞത് എൻ്റെ അല്ല, ഞാനൊരു സ്ഥലത്ത് നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഒരാളുടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. ഇവിടെ ഞാൻ ആൾക്കാരെന്നൊക്കെ വണ്ടി ഇടിച്ചിട്ടൊക്കെ പോകണം. ഞാൻ എന്തായാലും എനിക്കിന്ന് കുറേ ഡൈനോസേഴ്സിനെ കൊല്ലണം. എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ കടിച്ച് എത്ര കയ്യും കാലും ഉണ്ടായിരുന്നില്ല. നമ്മളതിനെ ഭാഗ്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതാ. എന്തായാലും നമുക്ക് കുറേ ഡൈനോസറിനെ കൊല്ലണം. നമ്മളിവിടെ ജുറാസിക് പാർക്കിൽ എത്തിയിട്ടുണ്ട്. പെട്ട ഡ്രിഫ്റ്റ്. പക്ഷെ വണ്ടിക്ക് ഡോറൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളുടെ ജുറാസിക് പാർക്ക് ഇവിടെ വെച്ച് നമ്മൾ മരിച്ചു പോയെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ മരിച്ചില്ല ഗൈസ്. ഇവിടെ ഇപ്പോൾ ഡൈനോസറിന് കാണാനില്ല. ഇതൊക്കെ എവിടെ പോയി? എങ്ങനെ വരുമ്പിക്കും ഗുർന്ന് പറഞ്ഞ് കടിക്കാൻ വരും. എവിടെ പോയാണാവത്? കുറച്ച് നേരം നോക്കിയോട്ടെ. അതെ, പറഞ്ഞല്ലോ, അപ്പിക്ക് എത്തി ഡൈനോസർ. ഇതാപ്പം വരണം ഗുർന്ന് പറഞ്ഞിട്ട്. നമുക്ക് വേഗം രക്ഷപ്പെടാം ഗൈസ്. വണ്ടി വിട്ടോ. നമുക്ക് ഇറങ്ങാട്ടാ. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ വെപ്പൺസ് നമ്മൾ മേടിച്ചു മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ആനിമേഷന്. പിന്നെ നമുക്ക് ഓരോ ഡാൻസറിനെ കൊല്ലാം. വരട്ടോടിക്ക്. പട്ട ഹെഡ് ഷോട്ട് ഇല്ല. പിന്നെ കടുപ്പുണ്ടില്ലേ? നമ്മളതിനെ കടിച്ച് ചെന്നിട്ട് കെടുക്കാൻ വരും. അതൊക്കെ എടുക്കണ നോക്ക്. നമ്മൾ വാലുള്ളിക്കോട്ട് പോയി. ഇനി നമുക്ക് കുറേ ഡാൻസറിനെ കൊല്ലണം. എവിടെ അടുത്ത ഡാൻസറോടെ? വാ എവിടെ പാട്ട് എടുക്കുന്നത്? ഇവിടെ പിന്നെ പുതിയതായിട്ട് ഡൈനോസർ മാത്രമല്ല, കുറേ എരുമ, ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടു. നമ്മുടെ ഗവൺമെൻറ് പുതിയത് ഇറക്കിയതാ. ഡൈനോസറൊക്കെ കുറഞ്ഞു, ആൾക്കാരൊക്കെ വെടിച്ചു തന്നിട്ടേ ഇടിച്ച് നമുക്ക് തേച്ച് പോയത്. പക്ഷെ ചത്തില്ല. ഇറങ്ങിയിട്ട് വെടിച്ചു കൊല്ലാം. എല്ലാ മൃഗത്തിൽ നമ്മൾ വെടിച്ചു കൊല്ലും. ഒന്നും നോക്കില്ലേ? ദയൊന്നുമില്ല എനിക്ക്. നമ്മളെ വന്നത് ഡൈനോസറാണേ. ഒരു വെടി പിടിക്കുക. പിടിക്കുക. പട്ട ഹെഡ് ഷോട്ട്. അപ്പോൾ രണ്ടായി. അപ്പോൾ അത് നമ്മൾ അടുത്ത ഡൈനോസറല്ല, എരുമേനെയും കൂടി കൊന്നു. എരുമയൊക്കെ വിട്ടുപോത്താണാവോ? ഇത് രണ്ടെണ്ണത്തിലല്ലേ എൻ്റെ ഒരെണ്ണ. അപ്പോൾ അതും ചത്തു. ഇനി നമുക്ക് വീണ്ടും കൊല്ലാൻ പോവാം. ഏത് മൃഗം കുഴപ്പമില്ല കേട്ടോ ഗൈസ്. ഡൈനോസറാ, പിന്നെ കാട്ടുപോത്ത, ആനയാ, ഏതായാലും നമ്മൾ വെടിച്ചു കൊല്ലും, അല്ലെങ്കിൽ ആർപ്പിച്ച് തരും. സിക്കിപ്പോൾ ഇടാൻ പറ്റില്ല, അപ്പോഴേക്കും നമ്മളെ കടിച്ചു. എവിടെ അടുത്ത ഡൈനോസർ? അവിടെ കാണാനില്ല. ഒരെണ്ണുണ്ട് അവിടെ. ഇല്ല അതെ. എവിടെ? ആയോ, സമയമില്ല. ഇതാ വന്നു. അടുത്ത സുന്ദര കുട്ടപ്പനെത്തി. ഞാൻ പക്ഷെ നമ്മൾ കടിക്കില്ല കേട്ടോ, കാരണം ഇത് വെജിറ്റേറിയനാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഡൈനോസറെല്ലാം തല നോക്കാം. എൻ്റെ ജിറാഫാണോ? അല്ല, ഒരു വെടി കൊടുക്കാം. കടിക്കാൻ വരണമെങ്കിൽ നമുക്ക് വേടിച്ചോലെ. സ്നൈപ്പർ ചത്തു. സ്നൈപ്പറിൻ്റെ സ്കോപ്പിൽ നമ്മൾ വെടിച്ചു വന്നതിന്. നമുക്കത് വീണ്ടും വണ്ടി എടുത്തിട്ട് അടുത്ത റേഞ്ച് കൊല്ലാൻ പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ കുറേ ഡൈനോസറിനെ വന്നു. നമ്മൾ നൈസായിട്ട് വണ്ടി മാറ്റി. നമ്മുടെ വണ്ടി മൊത്തം പൊട്ടി പൊളിഞ്ഞു. വണ്ടി നീങ്ങണ പോയില്ല അവസ്ഥയിലേ.
വണ്ടി മരത്തം പിടിച്ചിട്ടേ ഡൈനോസറിനെ പേടിച്ചിട്ട്. പേടിയൊന്നുമില്ല, എന്നാലും നമ്മൾ അതിന് മുമ്പിൽ നിൽക്കണത് ശരിയില്ല. എപ്പോഴാണ് കടിച്ചെന്ന് തന്നെ പറ്റില്ലേ. ഒരു വട്ടം തന്നെ ദൈവത്തിൻ്റെ ഭാഗ്യമായിട്ട് നമ്മൾ രക്ഷപ്പെട്ട. പിന്നെ നമുക്ക് നീ കുറച്ചു നേരം വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. വീടെത്തി വീട്ടിൽ നിന്ന് ഇറങ്ങാം നമുക്ക്. ആ ഏയ് അടിച്ച് ഇത് എന്തൊരു കഷ്ടം. അത് എല്ലായിടത്തും പോയി ഇടിക്കും. വാലടയാണ് ചെല്ലാമരേക്ക്. ആടേ അടേ ഇനി നമുക്ക് അടയ്ക്കാം, അതാണ് നല്ലത്. നമുക്ക് പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പം കഴിച്ച് നമ്മളിവിടെ ഡ്രസ്സൊക്കെ മാറി എക്സസൈസ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഒരു പോലീസുകാരൻ നമ്മുടെ വീടിൻ്റെ എടുക്കണം. പോലീസുകാരനല്ലേ ഇത്? നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വന്ന് കാർ കൊണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കി നോക്കാം. ഞാനിവിടേക്ക് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ഇടിക്കുന്ന സൗണ്ട് കിട്ടും. നോക്കുമ്പോഴാണ് ഒരു പോലീസ് വണ്ടി എടുക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ടേ നോക്കിയിട്ട് വരാം എന്താണ് സീൻ. എടുക്കണ നോക്കി പോലീസ് വണ്ടി ആരെൻ്റെ ഇടിച്ച് വിട്ടതാണോ അതോ നീ തെറിച്ച് വീണതാണോ അറിയില്ല. പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട്. എന്താ സാറേ പ്രശ്നം? താങ്കൾ എത്ര ഡൈനോസറിനെ കൊന്നു? അത് പോട്ടെ, ഡൈനോസറിനെ കൊന്നതൊക്കെ ഞാൻ അറിഞ്ഞു, അത് വേറെ കാര്യം. പിന്നെ ഡൈനോസർ നിങ്ങളെന്നെ കൊല്ലാനായിട്ട് സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സിറ്റിയിൽ കുറേ ആൾക്കാർ അത് കൊന്നു, ഡൈനോസർ കൊന്നു. പിന്നെ നമ്മുടെ സിറ്റിനെ കത്തിക്കുകയും ചെയ്തു. ശരിക്കും കത്തിച്ച സാറാ? ഞാൻ കൊല്ലാൻ പോയല്ല, ഞാൻ റിവെഞ്ച് എടുക്കാൻ പോയതാ. ആണല്ലേ. എന്തായാലും നീ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോ, അവിടെ വെച്ചിട്ട് ബാക്കി സംസാരിക്കാം കേട്ടാ. അപ്പോൾ ഗായ്സ് നമ്മൾ ശരിക്കും പെട്ടു. നമ്മൾ ഡൈനോസറിനെ കൊല്ലാൻ പോയത് പോലീസുകാർ അറിയുകയും ചെയ്തു. ഡൈനോസറുകാർ സിറ്റിക്ക് വന്നിട്ട് കുറേ ആൾക്കാരെ കൊല്ലുകയും ചെയ്തു. ഇപ്പോൾ സൂപ്പറായില്ലേ ഗൈസ്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി. ഇപ്പം എന്താ ചെയ്യുക? എന്തായാലും നമുക്ക് പോലീസുകാരൻ്റെ കൂടെ പോവാല്ലേ? സാറേ ഒരു മിനിറ്റ്, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ സാറേ. എന്നിട്ട് ഞാൻ വരാം. ഡ്രസ്സ് മാറിയിട്ട് വാ. 2000 years later. അപ്പോൾ ഗൈസ് നമ്മൾ ശരിക്കും പെട്ടുട്ടോ ഗൈസ്. നമ്മളിവിടെ ജയിലിലായി. നമ്മളതിനെ ഡ്രസ്സ് മാറിയുണ്ട്. നമ്മളതിനെ മറ്റേ പോലീസുകാർ ഇവിടേക്ക് കൊണ്ടുവന്ന് ജയിലിട്ടു. നമ്മളൊന്നും ചെയ്യേണ്ടില്ല. ഡൈനോസറാണ് കൊന്ന ആൾക്കാരിന്നൊക്കെ. നമ്മളവരെ കൊല്ലാൻ പോയി. അതിന് തെറ്റില്ല ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് വെറുതെ നമ്മൾ ജയിലിട്ടേക്കുക. എന്തായാലും നമ്മൾ ജയിലിലാടാൻ പോവാ. പക്ഷെ കഴിച്ച് ആടുക. ഒരു ഐഡിയ ഉണ്ട്. പോലീസുകാരനെ എന്ത് തട്ടാം. എൻ്റെ വെപ്പൺസ് ആണെങ്കിൽ പോലീസുകാർ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പോലീസുകാർ തിരിയുമ്പോൾ നമുക്ക് വെടിവെക്കാം. തിരിയടോ, അത് തിരിയട്ടെ. തിരിഞ്ഞു. തിരിഞ്ഞു. പക്ഷേ ഒരു വട്ടം കൊണ്ട് തിരിയട്ടെ. ആൾ കാണും നമ്മളെ. തോക്കെടുക്കുക, എയിം ചെയ്ത് നോക്കി നോക്കാം, ട്രയൽ ചെയ്ത് നോക്കാം. പക്ഷെ നമ്മളെ തിരിഞ്ഞിരിക്കണം ആൾ. എന്തായാലും നമുക്ക് വെടിവെക്കാം. ആൾ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആൾ തിരിയട്ടെ ഗൈസ്. എന്താ സാറേ? ഒന്നുമില്ല സാറേ. വെടിച്ചോ. കൈ വെടിച്ചോ. നമ്മൾ കൈ മേഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആൾ എന്തായാലും തട്ടി, നമ്മൾ കൊന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ഇവിടെ ഇപ്പോൾ ആരുമില്ല, നമുക്ക് ചാടാൻ ജയിലിൽ ചാടാൻ സുഖമായി. അപ്പോൾ നമുക്ക് നമ്മുടെ ടൈം ബോംബ് സ്റ്റിക്കി ബോംബ് ഗേറ്റ് മിക്കിടാം. എന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സാധനം നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ പിന്നെ ഇഷ്ടംപോലെ സ്റ്റിക്കി ബോംബുണ്ട്, നമുക്ക് എടുത്തിട്ട് എറിയാം. ഇത് മതിയാ? വേണ്ട, കുറച്ചുകൂടെ ഇടാല്ലേ? കുറേ ഇടാം, എന്നാലേ പൊട്ടുള്ളൂ. സ്ട്രോങ് ആവും. കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിക്കാം. എന്നിട്ട് ഫോൺ എടുക്കുക, ആക്ടിവേറ്റ് ചെയ്യുക. പൊട്ടുമായിരിക്കും. ആക്ടിവേറ്റ്. ഗായ്സ് സക്സസ്ഫുൾ. നമ്മുടെ ജയിലങ്ങനെ പൊട്ടിയിട്ട് ഗൈസ്. നമുക്കേ ഇവിടെ വണ്ടികൾ കിടക്കുന്നുണ്ട്. മറ്റേ
എല്ലാ MVD പിടിച്ചതാവും. ഇവിടെ നമ്മുടെ പോലത്തെ ഒരു ഡിഫൻഡർ എടുക്കുന്നുണ്ട്, ബ്ലാക്ക് കളറിൽ. എന്തായാലും നമുക്ക് എടുത്തെടുക്കാം. വണ്ടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഗായ്സ് ഇത് സെറ്റ് വണ്ടി കഴിഞ്ഞാൽ കേട്ടോ ഗായ്സ്, മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് തോന്നുന്നു. അത് സ്പീഡിൽ പോകുന്നുണ്ട് എന്തായാലും. എന്നാലും നമുക്ക് നമ്മുടെ പഴയ വീട്ടിലേക്ക് പോകണം. നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിൽ പോയാൽ പോലീസുകാർ പിടിക്കുമോ നീ? അല്ലെങ്കിൽ വേണ്ടല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ പോവാം. നമ്മുടെ വീട്ടിൽ തന്നെ പോവാം. എല്ലാവരും മിനിറ്റ്, പോലീസുകാരെന്താ പറയുക പോകണ? ഒരു പോലീസുകാരെ കണ്ടോ? ഞാൻ വണ്ടി തിരിച്ചെടുക്കും. ഗായ്സ് നൈസായിട്ട് പണിപോലെ ഗായ്സ്, പോലീസുകാർ പിന്നാലെ വരുന്നുണ്ട്. അയ്യോ ഓഫ്, നല്ല വണ്ടിയായിരുന്നു, അടിച്ചു മച്ച പട വണ്ടിയായിരുന്നു, മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി. അത് പോട്ടെ, നമുക്ക് പുതിയ വണ്ടി മേടിക്കാം, പൈസ നമുക്ക് വിഷയമല്ല. അയ്യോ ഗൈസ് പണി വേളി വീണ്ടും പെട്ടു, പോലീസുകാർ പിടിക്കുന്നു തോന്നണേ. തേങ്ങ അടിച്ചില്ലോ. പോട്ടെ പോട്ടെ, പോലീസുകാർ വളഞ്ഞു ഗൈസ് നമ്മളെ പെടുക നമ്മൾ. ഇല്ല, ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഒളിച്ചിരിക്കുക. ഇവിടെ ഒളിച്ചിരുന്ന പോലീസുകാർ പിടിക്കുമോ? ഇല്ല, പിടിക്കും. അപ്പോൾ നമുക്ക് അപ്പുറത്ത് ഒളിച്ചിരിക്കുക. വണ്ടി പറപ്പിച്ചിട്ടാണ് പോകണം, എന്ത് സ്പീഡിൽ പോകണം. ഞാൻ ചെറുതായിട്ട് കാല് വെക്കാനുള്ള അപ്പിക്ക് ഇടിച്ച്, കാല് വെക്കാനുള്ള അപ്പിക്ക് എന്ത് സ്പീഡിൽ പോകണം വണ്ടി. എൻ്റെ പഴയ ഡിഫൻഡറേക്കാളും പെട വണ്ടി ഇട്ടത്, നല്ല സ്പീഡുണ്ട്. നമുക്ക് ആ സൈഡിൽ പൊളിച്ചിരിക്കാം. ഇവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, പോലീസുകാരൻ കാണുകയും ചെയ്തു. ബാക്ക് എടുക്കാം, ഇപ്പം നല്ലത്. ഇനി പോലീസുകാർ പിടിക്കും. നമ്മുടെ ബൗണ്ടറി ലെവലിൽ പിന്നെ 1 സ്റ്റാറായി, 3 സ്റ്റാറായിരുന്നു, 1 സ്റ്റാറായി. എന്നിട്ട് നമുക്ക് പൊട്ടെ വേണ്ട, വീട്ടിലേക്ക് പോകണ്ട. വീട്ടിലേക്ക് പോയാൽ നമ്മൾ പണി പോകും. പോലീസുകാരെ വെച്ചിട്ട് നമ്മൾ ഉണ്ട് പോലീസ്. ഇവിടെ എവിടെയെങ്കിലൊക്കെ നമുക്ക് പോവാം ആദ്യം. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ആ സ്റ്റാർ കൊണ്ട് പോകുമ്പോൾ നമുക്ക് ബൗണ്ടറി ലെവലിൽ പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 1 സ്റ്റാർ പോയിട്ടില്ല, പോട്ടെ. പോകണില്ലല്ലോ ഇത്, എന്താ പോവാത്ത? ഇവിടെ വിളിച്ചിരുന്നല്ലോ, ഇവിടെ വിളിച്ചിരിക്കാം. വണ്ടി അടക്കടിക്ക് ഇടിക്കുന്നുണ്ട്, സ്പീഡ് കൂടുതലാണ്. പോലീസുകാരുടെ കാണാല്ലേ, ഇവിടെ വിളിച്ചിരിക്കും. ഇവിടെ നിൽക്കാം കുറച്ച് നേരം. ഇപ്പോൾ പോലീസുകാരെ കാണിച്ചത് ഞാൻ വിചാരിക്കുന്നു, കാണില്ലായിരിക്കൂലേ? കാണില്ല. നമ്മളൊക്കെ വണ്ടി കണ്ടില്ലേ, എന്ത് പട വണ്ടിയായിരുന്നു, മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത സെറ്റ് വണ്ടിയായിരുന്നു. പോലീസുകാർ കണ്ടിട്ടുണ്ടോ നമ്മളെ? കണ്ടിട്ടില്ല തോന്നുന്നു കേട്ടോ ഗൈസ്, കണ്ടിട്ടില്ല. ഇവിടെ എടുക്കുക, പക്ഷെ കാണണ്ടതല്ലോ, എന്താ അവർ വരാത്ത? വണ്ടി അവിടെ സ്റ്റക്കായി തോന്നുന്നു. കാശ് നമ്മളിവിടെ എന്തായാലും രക്ഷപ്പെട്ടു, നമ്മുടെ ബൗണ്ടറി ലെവലൊക്കെ പോയി. മറ്റേ പോലീസുകാർ നമ്മൾ കാണാണ്ട് വിളിച്ചിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ എന്തായാലും പോരാ, നമ്മൾ ഇടിച്ചിട്ടു, അത് കുഴപ്പമില്ല. നമുക്ക് വീട്ടിൽ പോവാം. ഇവർക്കൊന്നും ഉറക്കില്ലാന്ന് എനിക്ക് തോന്നുന്നത്, ഇവർക്കൊന്നും ഉറങ്ങണില്ലാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കുറേ വണ്ടികൾ പോകുന്നുണ്ട്, ബുക്കാട്ടി പോണു, ആൾക്കാർ നടന്നു പോണു. എന്തൊരു ധൈര്യം ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ. ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ 1 മണി എന്നിട്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. വണ്ടി ഇടിച്ച് ഇത് ഇടയ്ക്കിടിക്കുക. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വണ്ടി ബാക്കിൽ നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ട് കത്തിക്കുക, നല്ലത്. എന്ന് വെച്ചാൽ വണ്ടി എന്തായാലും നന്നായിട്ട് കേടായി, പിന്നെ വണ്ടി മൊത്തം കേടാവുകയും ചെയ്തു. വണ്ടി നമുക്ക് വേണ്ട, നമുക്ക് പുതിയ വണ്ടി മേടിക്കാം. ഈ വണ്ടി നമുക്ക് RPG ഇട്ട് പൊട്ടിച്ചളയാം. ഇവിടെ നിർത്തിടാം. ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നീങ്ങിട്ട് RPG എടുക്കുക, പൊട്ടിക്കുക. RPG എവിടെ? RPG എടുത്തു. പൊട്ടങ്ങോട്ട് പൊട്ടി. നമ്മുടെ നല്ല കാറായിരുന്നു, പക്ഷേ പോട്ടെ, നമ്മളടിച്ചു മച്ച കാറല്ലേ പോലീസ് സ്റ്റേഷനിൽ. ഇവരെ GPS വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായി.
ഇന്ന് എന്ത് ദിവസമായിരുന്നു അല്ലേ. റിവെഞ്ച് എടുക്കാൻ പോയിട്ട് നമ്മളെ പോലീസുകാർ ജയിലിലിട്ടു. ഇപ്പം എന്തായാലും പോലീസുകാർ നമ്മളെ ഇപ്പം എന്തായാലും നമ്മൾ പോലീസുകാരെ പിടിക്കില്ല എന്ന് തോന്നുന്നു.